കഴിഞ്ഞ തവണ മുസ്ലിം ലീഗിൽ നിന്ന് LDF പിടിച്ചെടുത്ത മണ്ഡലമാണ് അഴീക്കോട്. അഴീക്കോട് മണ്ഡലത്തിൽ KV സുമേഷിന് എത്ര മാർക്ക്? 77.6. വലിയ മാർക്കാണ്. അഴീക്കോട് മണ്ഡലമാണ് എന്നതുകൂടി പരിഗണിച്ചാൽ നമ്മൾ പയ്യന്നൂരോ തളിപ്പറമ്പോ കല്യാശ്ശേരിയോ അല്ല, അഴീക്കോടിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. 77.6 എന്ന് മാത്രമല്ല, KV സുമേഷ് സംസ്ഥാന തലത്തിൽ 9ാം റാങ്കുകാരനാണ്. ഇരു മുന്നണികളും മാറി മാറി ജയിച്ച സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണയും ചെറിയ മാർജിനിൽ, അതിന് മുമ്പത്തെ തവണയും 2 തവണയും ചെറിയ മാർജിനിലാണ് ജയിച്ച മുന്നണി ജയിച്ചതവിടെ. സ്വാഭാവികമായിട്ട് KV സുമേഷ് വളരെ ജനകീയനാണ്. അവിടെ എല്ലാ കാര്യങ്ങൾക്കും ആളുകൾ ഓടിയെത്തുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞ ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാർഡ് മെമ്പർ പോലത്തെ ഒരു MLA ആയിട്ട് അവിടെ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു. സുമേഷ് വളരെ ജനകീയനാണ്. ആരായിരിക്കും UDFന്റെ സ്ഥാനാർത്ഥി എന്ന് അറിവായിട്ടില്ല എങ്കിലും മണ്ഡലത്തിന്റെ പൊതുചിത്രം എന്താണ്? UDF വീണ്ടും അഴീക്കോട് ജയിക്കുമോ? LDFൽ നിന്ന് UDF അഴീക്കോട് തിരിച്ചുപിടിക്കുമോ? ഇല്ല, LDF തന്നെ 48.75. ഇപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ണൂരിൽ അഴീക്കോട് UDFന്റെ അടിത്തറയ്ക്ക് കൊണ്ട സംഭവിച്ചിട്ടില്ല. KV സുമേഷ് ഇത്രയും വലിയ ലീഡും മാർഗം കിട്ടുമ്പോഴും KV സുമേഷിന് വോട്ട് ചെയ്യാൻ തയ്യാറാവുന്നില്ല. അല്ലെങ്കിൽ പൊളിറ്റിക്കലി KV സുമേഷ് പ്രതിദാനം ചെയ്യുന്ന മുന്നണിക്ക് വോട്ട് ചെയ്യാൻ അവിടുത്തെ ജനങ്ങൾക്കൊരു ഇപ്പോഴും ഒരു ബുദ്ധിമുട്ടുണ്ട്. അല്ലെങ്കിൽ 77% മാർക്കിന് മുകളിൽ കിട്ടുന്ന ഒരു MLAക്ക് 15 ഒരു 12-13 ലീഡ് വരേണ്ടതാണ്. അപ്പൊ പൊളിറ്റിക്കലി UDFന് ഒരു സാധ്യതയുണ്ട്.